നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണേ. മുട്ട പുഴുങ്ങിയല്ല, ഉടച്ചൊഴിച്ച് നമ്മൾ മുട്ടപ്പൊരി തോരൻ പോലെ വെക്കുക. സവാള ഇടണം. സവാള പച്ചമുളക് വേണമെങ്കിൽ ഇടാൻ, കടിക്കും, അതുകൊണ്ട് കുരുമുളക് ഇടുവാണേ. കടിക്കുമ്പോൾ എരിയായിരിക്കുമല്ലോ, അതുകൊണ്ട് കുരുമുളക് പൊടി, ശകല ഉപ്പ്. ഇഞ്ചി ഇടുന്നവർക്ക് ഇഞ്ചി ഇടാം, തേങ്ങ തിരുമ്മിടുന്നെങ്കിലും ഇടാം, അത് നമ്മുടെ ഇഷ്ടം. നല്ല ഉണക്ക് സവാളയും കുരുമുളക് പൊടിയും ഉപ്പിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണേ. അടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ചട്ടിയാണേ, ഉണ്ണിയപ്പം നോൺ സ്റ്റിക്കിൻ്റെ ആണേ. അതിൽ ശകല എണ്ണ ഒഴിക്കണേ. എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ നമുക്ക് പൊരിച്ചെടുക്കാമേ. ഞാൻ ഫസ്റ്റിലൊരു സെറ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സെറ്റാണേ. ഒരു 3 മുട്ടയായിരുന്നു. 3 മുട്ടയിൽ ആദ്യം ഒരു 7 എണ്ണം വന്നു, ഇപ്പോൾ ഒരു 6 എണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 എണ്ണം വന്നിട്ടുണ്ട്. ഫസ്റ്റ് 8 എണ്ണം ഉണ്ടാക്കിയായിരുന്നു നമ്മൾ. 3, 3, 6 എണ്ണം. ഒരു സൈഡ് വെന്ത ഉടനെ ഒരു സൈഡ് തിരിച്ചിടണേ. രണ്ട് സൈഡും വെന്തത് ഉടനെ നമ്മൾ കറി ഉണ്ടാക്കാം. സൈഡിൽ നമ്മളിത് പൊരിച്ചെടുത്ത് വെക്കാം. എണ്ണ ഒഴിച്ചിട്ട് പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 2 എണ്ണം, കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടണേ. ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീർ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, നമ്മുടെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് പച്ചക്കുത്തൽ പോകുന്നത് വരയ്ക്കും വഴറ്റണേ. വഴറ്റിയിട്ട് നമ്മളിതിൽ തക്കാളിപ്പഴം ഇട്ട് വഴറ്റാം. തക്കാളിപ്പഴം ഇട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണേ. വെള്ളം നന്നായിട്ട് തിളച്ച ഉടനെ തേങ്ങ, ഒരു അരമുടി തേങ്ങ ഒന്നും വേണ്ട, ഒരു 1/4 മുടി തേങ്ങ മതിയേ. തേങ്ങ കുറച്ച്, ഒരു 2 കൈ തേങ്ങ അരച്ചൊഴിക്കണേ. പറങ്ങാണ്ടി പരിപ്പ് വേണമെങ്കിലും നമുക്ക് അരച്ചൊഴിക്കാം, ഇല്ലെങ്കിൽ വെറും തേങ്ങ മാത്രം മതിയെങ്കിൽ അതും മതി. അരച്ചൊഴിച്ച് നല്ലതായിട്ട് തിളച്ചിട്ട് ഈ മുട്ട വെന്തത് അതിലോട്ട് നമുക്കിടാം. ഇട്ടിട്ട് ഒരു തിളച്ചാൽ മതി, നമുക്ക് ഓഫ് ചെയ്യാം. അത് എന്നിട്ട് കടുക് വറുത്തൊഴിക്കാം. കടുക്, കറിവേപ്പില, ചെറുള്ളി ഇട്ട് കടുക് വറുത്തൊഴിച്ചെടുക്കാം. ഇതൊരു തിളച്ചാൽ മതിയേ, കൂടുതൽ നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി റെഡിയേ. ഒരു വെറൈറ്റിയാണിത്. ഇത് പൂരി, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം ടേസ്റ്റാണ്. അച്ചു കഴിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാം മുട്ടക്കറി. എരിവും അധികം ഇല്ല. ഉണ്ണിക്ക് അപ്പോഴത്തേക്ക് ആർത്തിയായി. തരാം അണ്ടിത്തരാം. നല്ലതാണെന്ന് നോക്കി. നല്ലതാണെന്ന് നോക്കുന്നതിന് മുമ്പേ സൂപ്പറാന്ന് പറഞ്ഞു, കഴിക്കുന്നതിന് മുമ്പേ. ഓക്കെ, താങ്ക് യു.